ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉണർത്തുമെന്നാണ് വചനം പറയുന്നത്. അനുഗ്രഹീതമായ ഈ സാക്ഷ്യം കേട്ടു നോക്കൂ. ദൈവനാമത്തിന് നന്ദി പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവത്തിന്റെ സമയത്ത് ഏഴയാവുന്ന എനിക്കും ഒരു സാക്ഷിയായി നിൽക്കാൻ സഹായിച്ചതേക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ ഓർത്ത് ഞാൻ നന്ദി ഓർക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുവാനിടയായി. എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഞാൻ അറിയാനിടയായി. അന്നോലെ പാസ്റ്ററെ കാണണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ദൈവം അത് ഒരു മുഖാന്തരമായിട്ട് അതിനൊരു വഴി ഒരുക്കി ഞാൻ ഇവിടെ വരികയും പാസ്റ്ററിലൂടെ എനിക്ക് അനുഗ്രഹം പ്രാപിപ്പാനും ഇടയായി. ദൈവനാമത്തിന് സ്തോത്രം. ഞാൻ ഈ വർഷത്തിലെ ആരംഭം മുതൽ ഈ 7-ാം മാസത്തിന്റെ 31-ാം തീയതി വരെ ദൈവം എന്നെ കരുണയാൽ കാത്തു സൂക്ഷിച്ചു. പലപ്പോഴും മരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിടാമായിരുന്നു. ഇന്നലെ രാത്രിയിലൂടെ എനിക്കൊരു ആപത്ത് സംഭവിച്ചു. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇവിടെ കൂടിയിരുന്ന ലാലു ബ്രദർ മരിച്ചുപോയി എന്ന് ഇന്നലെ രാത്രി നിങ്ങൾ അറിയുമായിരുന്നു. കാരണം ഇന്നലെ ഒരു പാമ്പ് കടിയിൽ നിന്ന് ദൈവം എന്നെ അത്ഭുതമായി രക്ഷിച്ചു. ഞാൻ ഒരു 11:30 മണി സമയത്ത് വെളിയിലോട്ട് ഇറങ്ങി, ഗ്രില്ല് തുറന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് തിരിച്ചു കയറി ആ ഗ്രില്ല് അടയ്ക്കുന്ന സമയത്ത് മോൾഭാഗത്തൊരു പാമ്പ് ഗ്രില്ലിനെ ഇടയ്ക്കായി പോയി. അതിങ്ങനെ പത്തിയെടുത്ത് ഇങ്ങനെ കൊത്തുന്ന സമയത്ത് ഞാനത് അറിയുന്നില്ല. ഞാൻ കൈകൊണ്ട് പ്രസ് ചെയ്ത് കുറ്റിയിട്ടിട്ട് അകത്ത് കയറി താക്കോൽ എടുക്കാൻ വന്നപ്പോൾ താക്കോൽ എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഇതെന്തോ ചീറ്റുന്നോന്ന് എനിക്ക് തോന്നി. നോക്കിയപ്പോൾ എന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ താഴെ വീഴാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് കടിക്കുകയാണ്. ഞാൻ അതിനെ കൊന്നു. എന്നാൽ എന്റെ കൈക്ക് ഒരു വേദന പോലെ, ഒരു നീറ്റൽ പോലെ ഉള്ളത് കൊണ്ട്, അത് കഴിച്ചോ ഇല്ലയോ എന്നൊരു ഭയം ഉള്ളിൽ ഉള്ളത് കൊണ്ടും വീട്ടിൽ പറയുകയും 2 മണിക്കൂർ ഒബ്സർവേഷന് ഞാൻ വീട്ടിലിരിക്കുകയും ചെയ്തു. എന്തെങ്കിലും നീരോ അല്ലെങ്കിൽ നീരിപ്പോ വല്ലതും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. പക്ഷെ ദൈവം അതിനൊന്നും ഇടവരുത്തിയില്ല. കുടുംബത്തെയും എന്നെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത്. എന്റെ കാര്യങ്ങളെല്ലാം അറിയാം. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട് യൗവനകാലം മുഴുവനും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാനും അതിനുശേഷം യൗവനകാലത്ത് ഞാൻ കർത്താവിനെ വിട്ട് പട്ടികയിൽ അല്ലാത്ത പാപത്തിലൂടെ ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിലും കള്ളം പറയുക, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി. കർത്താവിനെ പലപ്പോഴും അടിച്ചു. ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും വീണ്ടും ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുകയൊക്കെ ചെയ്തു. 2006 നവംബർ 6 ഞാൻ വിവാഹിതനായി. 1 വർഷത്തിന് ശേഷമാണ് ഈ കുട്ടികൾ ഉണ്ടാകുന്നത്. അതിനുശേഷം ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തി നല്ല രീതിയിൽ ഇങ്ങനെ ബിസിനസ് പരമായിട്ട് ഞാൻ വരികയും അതിനു മുമ്പ് ഞാൻ ഓരോ സ്ഥാപനങ്ങളിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുകയും പിന്നെ സ്വന്തമായിട്ട് 2007 ഞാൻ സ്വന്തമായി സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയും നല്ല രീതിയിൽ ബിസിനസ് വരികയും 4-5 സ്റ്റാഫുകളെ കൊണ്ട് ഞാൻ ആ ബിസിനസ് എനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഏകദേശം 2 വർഷം മുമ്പ് ഞാനൊരു പലചരക്കൂടെ സ്റ്റാർട്ട് ചെയ്തു. ആ പലചരക്കോടുകൂടി എൻ്റെ ജീവിതം താറുമാറാകാൻ തുടങ്ങി. പലവിധമാവുന്ന കടങ്ങളും പ്രശ്നങ്ങളും വന്ന് ആ ബിസിനസ് തകർന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അവസാനം കയ്യിലെ കാശുകൾ മുഴുവനും പോയി. ബ്ലേഡ് എടുക്കേണ്ടി വന്നു. ബ്ലേഡ് എടുത്ത ശേഷം കടങ്ങൾ പല രീതിയിൽ ഒരാളിൽ നിന്നുമായി 2 പേരിൽ നിന്നുമായി ഏകദേശം ഒരു 50,000 രൂപ സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഡെയിലി 20,000 രൂപ വീതം കളക്ഷൻ കൊടുക്കേണ്ടതായിട്ടൊരു ഇടപാടിലേക്ക് വന്നു. ആകെ പ്രശ്നങ്ങളായി. ആദ്യമൊക്കെ കുഴപ്പമൊന്നുമില്ല, 20,000 ഒന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 20,000 വലിയ ബാധ്യതയായി മാറുകയും പിന്നെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകുകയും കടയിൽ പലരും വന്ന് പ്രശ്നങ്ങളാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ശാന്തശീലനായതുകൊണ്ട് പലപ്പോഴും ഞാൻ ശാന്തതയോടെ ഇടപെട്ടു. എന്നാൽ ആ രീതിയൊക്കെ മാറി. എൻ്റെ കൂടെ ഒരുപാട് ദൈവമക്കൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനും ആഴ്ചയിൽ 1-2 പേര് കടയിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഞാൻ ഈ പ്രശ്നത്തിലായ ശേഷം ഇവരെല്ലാം എന്നെ വിട്ടു മാറി. ആരും എന്നെ കാണുമ്പോൾ മുഖം തരാത്ത അവസ്ഥയായി. പലരും എന്നെ കാണുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവർ എന്നെ കാണുന്ന സ്പോട്ടിൽ തന്നെ മാറി അവർ വല്ലതൊക്കെ ഒളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എനിക്ക് വിഷമമുണ്ട്. കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പലരും, എൻ്റെ അനിയന്മാര്, ഏറ്റവും അടുത്ത ബന്ധുക്കള്, ഏറ്റവും അടുത്ത കൂട്ടുകാര്, ഇവരെല്ലാം എന്നെ വിട്ട് മാറിയപ്പോൾ ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വീട്ടിലെ കടക്കാർ വീട്ടിൽ വരുന്നു. വൈഫിനും കുഞ്ഞുങ്ങൾക്കും പ്രശ്നമായി, മാതാപിതാക്കൾക്ക് പ്രശ്നമായി. അങ്ങനെ പല രാത്രികളിൽ ഉറക്കമില്ലാത്ത അവസ്ഥകൾ. ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തോട് മറുത്തു പറഞ്ഞില്ല. ഞാൻ ദൈവത്തെ കൂടുതലായി കരഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കെ പല പ്രാവശ്യം വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നമുക്ക് മുമ്പോട്ട് പോക്ക് നടക്കത്തില്ല, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം, ജീവിതം
അവസാനിപ്പിക്കാം എന്ന് പല പ്രാവശ്യം എൻ്റെ വൈഫ് പറഞ്ഞു. അപ്പോഴെല്ലാം ഞാൻ അവളെ വഴക്ക് പറയുമായിരുന്നു, നീ യോബിന്റെ ഭാര്യയെ പോലെ പൊട്ടിയെ പോലെ നീ സംസാരിക്കുന്നു. എത്ര പ്രാവശ്യം കമ്പനിക്കാർ നമ്മളെ വിളിച്ച് ഇത്രയും ബിസിനസ് ചെയ്ത് വോളിയം ചെയ്തതിന് അവർ അവരുടേതായിട്ടുള്ള ഓഫറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മളെ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ വന്നാൽ നമുക്കിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 100 രൂപ കൊടുത്ത് പെട്രോൾ അടിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വന്നു. പല ദിവസങ്ങളിൽ ഞാൻ കടയിരുന്ന് കരയിട്ട് വന്നു. കാരണം വൈകുന്നേരം ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ലിസ്റ്റ് വരും, ഒരു 2 കിലോ അരി, അതിന്റെ സാധനങ്ങൾ. പക്ഷെ എൻ്റെ കയ്യിൽ 1 രൂപയില്ല. 1 രൂപ പോലും നടക്കാത്ത ദിവസങ്ങളിൽ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് കടയടച്ച് അല്ലെങ്കിൽ കട അടയ്ക്കുന്നതിന് 1 മിനിറ്റ് 2 മിനിറ്റ് മുമ്പ് അതിന് അന്നത്തെ ആഹാരത്തിനുള്ള അല്ലെങ്കിൽ അന്നത്തെ ആവശ്യത്തിനുള്ള വഴി എൻ്റെ ദൈവം അന്ന് വൈകിട്ട് തരും. ഒരു ദിവസം പോലും ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ കടക്കാരെല്ലാം അന്ന് പ്രശ്നങ്ങളായി, വീട്ടിൽ പ്രശ്നങ്ങളായി. ഒരു ദിവസം ഇതെല്ലാം ഞാൻ ആരോടും പറയത്തില്ല, മക്കളെടുത്ത് വൈഫിന്റെ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും മോളെടുത്ത് മോന്റെ അടുത്ത് പറയത്തില്ല. അങ്ങനെ മോൾ ഇത് അറിയുകയും SLCക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ചവള് +1 ആയപ്പോഴത്തേക്ക് അവള് ഡൗൺ ആയി. കടക്കാർ പലരും വരുന്ന കണ്ടപ്പോഴത്തേക്ക് അവള് മൊത്തം പ്രശ്നങ്ങളായി. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ശരീരം മുഴുവൻ നീര്, ഓർമ്മയില്ല, എങ്ങനെ പഠിക്കുന്ന കാര്യം ഓർത്തു വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൾ മാറുകയും ഞാൻ പല ട്രീറ്റ്മെന്റ് പല ഹോസ്പിറ്റലിലും പോയി. ഒരു രക്ഷയില്ല. ചെല്ലുന്ന അടുത്തെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പല ദേവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, ഇനി ഒരു വിടുതലില്ല എന്നുള്ള രീതിയിലാണ്. കുഞ്ഞ് പല പ്രാവശ്യം പറയും, പപ്പ എനിക്ക് പഠിക്കാൻ വയ്യ, ഇങ്ങനെ വിഷയങ്ങളായി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവളും പല പ്രാവശ്യം പപ്പ പറഞ്ഞു, നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പപ്പ എന്ന് അവൾ കരഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, ദൈവം നമ്മോട് കൂടെയുണ്ട്, നീ പാഴ്പ്പെടേണ്ട, ദൈവം നമ്മെ നടത്തും. വിശ്വസ്തനായി ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ കഷ്ടത, അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ കഷ്ടതയെ നമുക്കുണ്ട് മക്കളെ എന്ന് പറഞ്ഞു ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. സ്കൂളിൽ പല പ്രാവശ്യം ചെല്ലുമ്പോൾ ടീച്ചർ എന്നോട് പറയും, അവളെ ടെൻഷൻ അടുപ്പിക്കരുത്, അവള് പഠിച്ചോളും. അങ്ങനെ ഇരിക്കെ അവളുടെ കൂടെ പഠിച്ച ഒരു കുട്ടി എക്സാമിന് ക്ലാസ്സിൽ നമ്പർ 1 ആയിട്ട് പഠിക്കുന്ന കുട്ടി എക്സാമിന് ഏതോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പാടുപെട്ടുകൊണ്ട് ആ കുട്ടി അന്ന് രാത്രി കയറി ആത്മഹത്യ ചെയ്തു. അതറിഞ്ഞ് അവള് ഒത്തിരിയും കൂടെ ഡൗൺ ആയി. ഞാനിങ്ങനെ ആകെ മാനസികമായിട്ട് താഴ്ന്നിരിക്കുന്ന സമയത്ത് എന്റെ ചേട്ടത്തി ഇവിടെ വന്ന് പാസ്റ്ററോട് ഇന്ന് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോയി പാസ്റ്ററോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, മോനെ, ഇങ്ങനൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, എനിക്കിതുവരെ വിടുതൽ തന്നില്ല. ഞാനിപ്പോ വിശ്വാസത്തിൽ നിൽക്കുന്നു, എന്റെ വീട്ടിലുള്ള എല്ലാവരും എനിക്കെതിരായി, ഞാൻ ഒറ്റയ്ക്കായി, ഞാൻ മാനസികമായിട്ട് താഴ്ന്നേക്കുന്നു. അമ്മമ്മ വീണ്ടും എന്നെ വിളിച്ച് ഒരുപാട് ഉപദേശിച്ചു. അങ്ങനെ ഞാൻ അന്ന് രാത്രിയില് വരാൻ തീരുമാനിച്ചു. രാത്രിയായി, പെട്രോൾ അടിക്കാൻ പോലും നിവർത്തിയില്ലാത്തൊരവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നേരം എനിക്ക് ക്യാഷ് 100-500 രൂപ എങ്ങനെ വന്നു. ഞാൻ അത് എടുത്ത് എണ്ണ അടിച്ച് ഞാൻ ഇവിടെ വരികയും പ്രാർത്ഥിച്ചു പോവുകയും ചെയ്തു. പിറ്റേന്ന് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഭാരത്തിലാണ് വന്ന് പ്രാർത്ഥിച്ച് മോൾക്ക് വെള്ളം കൊടുത്തു. അതിനുശേഷം അവൾ ഏകദേശം ഒരു അനുഗ്രഹമായി തീർന്നു. അന്ന് പ്രാർത്ഥിച്ചിട്ട് ദേവദാസൻ പറഞ്ഞു, അവൾക്കൊരു പ്രശ്നമില്ല, അവൾ നല്ലോണം വിജയിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് അപ്പുറമായി. അതിനുശേഷം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പാസ്റ്റർ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദേവദാസന്മാരെ ആദ്യം 1, 2, 3 പ്രാവശ്യമൊക്കെ കാര്യങ്ങൾ കേട്ട് നല്ല ശക്തമായിട്ട് പ്രാർത്ഥിക്കും. വിഷയങ്ങൾ വളരെ ടൈറ്റ് ആകുമ്പോൾ അവരുടെ ജീവിതത്തിലും ഈ പോരാട്ടം അടിക്കുമ്പോൾ അവര് നമ്മളുടെ ശബ്ദം കേൾക്കും, മൂളും, ഫോൺ കട്ട് ചെയ്യും, പിന്നെ അതിനൊരു റിപ്ലൈ ഇല്ല. അപ്പോഴും ഞാനും മടുത്തു. ഞാൻ ആരാധിച്ചിരുന്ന ആലയത്തിലെ എന്റെ വിശുദ്ധന്മാര് പലപ്പോഴും എന്റെ സ്ഥാപനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ പ്രശ്നം ആയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ അവരെന്നെ കണ്ടാൽ പോലും മിണ്ടത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആകെ പ്രശ്നത്തിലായി, വിഷമത്തിലും ഭാരത്തിലും അണിയപ്പോൾ പലപ്പോഴും വൈഫിനോട് പറയടി ഇങ്ങനെയൊക്കെയാ വിഷയങ്ങള്. അങ്ങനെ ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിന്റെ മാർഗം വിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് പ്രിയ പാസ്റ്റർ അവസ്ഥ ഞങ്ങൾ അറിയുകയും ഞങ്ങൾ ഇവിടെ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. അതോടൊപ്പം മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ മിക്ക ദിവസങ്ങളും ഇവിടെ വന്ന് പാലത്തോടെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ പാലം ഇറക്കി വെച്ച് ഒരു അനുഗ്രഹം പ്രാപിച്ചാണ് ഞാൻ ഇവിടുന്ന് കടന്നു പോയിട്ടുള്ളത്.
അതിനുശേഷം മോൾക്ക് നല്ല +2 ഒരു വിജയം കിട്ടി. ഞങ്ങൾ വിചാരിച്ചില്ല വിജയിക്കുന്നു, കാരണം പല സബ്ജക്റ്റും അവൾക്ക് പഠിക്കാൻ വയ്യായിരുന്നു. മാത്സ് ഒക്കെ അവള് വളരെ ചെറിയ രീതിയിൽ പോലും എക്സാം എഴുതിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു, മോളെ വിശ്വാസത്തോടെ നിൽക്കുക, ദൈവം നിനക്കൊരു വഴി ഒരുക്കും. ദൈവം ഒരുക്കുന്ന വഴി നിനക്കൊരിക്കലും ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അടച്ച വാതിലുകളെ ആർക്കും തുറക്കാനും പറ്റത്തില്ല. അതുപോലെ ദൈവം എന്നെ ഇതുപോലെ അനുഗ്രഹിച്ചു. കടഭാരത്തിൽ നിന്നും കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുന്നു. പലവിധ പ്രശ്നങ്ങളുമായിട്ട് എന്നെ വഴിയിൽ തടഞ്ഞ് ഒരു പ്രാവശ്യം രാത്രി ഒരു 10-11 മണിക്ക് ഞാൻ വരുന്ന വഴിക്ക് നാട് റോഡിൽ എന്നെ ബ്ലേഡുകാർ തടയാനിടയായി. ഞാനും അവരുമായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാവുകയും ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ തന്നെ പോകും. ഞാൻ ഉപയോഗിച്ചിരുന്ന ഞാൻ കാറിനകത്ത് ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് അവരെന്നെ വഴി തടഞ്ഞു. ഇന്ന് എനിക്ക് തരാം, അന്ന് 17,000 രൂപ കണ്ട് കൊടുക്കണം രാത്രിയിൽ, 3 ദിവസത്തെ പെൻഡിങ്. ഞാൻ പറഞ്ഞു, എന്റെ പൈസ ഇല്ല, നീ എന്തോ ആവശ്യം ചെയ്യുക. അങ്ങനെ 3 പേര് വണ്ടിയുടെ നടുക്ക് കയറി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് കാലെടുക്കും, ഞാൻ മുമ്പോട്ടും പുറമോട്ടും നോക്കത്തില്ല, കയറുന്നെങ്കിൽ കയറും, രണ്ടിലൊന്ന് കാണാന്ന് പറഞ്ഞു. അങ്ങനെ അവര് മാറിപ്പോവുകയും പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരികയും അങ്ങനെ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ദൈവനാമത്തിൽ അത് കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ഇടയായി. കടങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം വഴികൾ ഓരോന്ന് തുറന്നുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രിയദാസിക്ക് ചെറിയൊരു ജോലി കൊടുത്തു. അതിലൂടെ ഞങ്ങൾ ഉപജീവനമാർഗം കഴിഞ്ഞു പോകുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നത്തെ നമ്മുടെ വചനത്തിനായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാം. യഹോവയായ ദൈവം നിലത്ത പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവ സൃഷ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സകലതും ഉണ്ടാകട്ടെ, ഉളവാകട്ടെ എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ചെടിയായാലും സസ്യങ്ങളായാലും ഏത് നോക്കിയാലും മൃഗങ്ങളെ നോക്കിയാലും എല്ലാം ഉളവാകട്ടെ അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ അവൻ പൊടിയിൽ നിന്നുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണം നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും ശാസ്ത്രീയപരമായിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ മണ്ണിലെ ഘടകങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലുണ്ട്. ആ ബോഡിയിലുള്ളതെല്ലാം മണ്ണിലുമുണ്ട്. കാരണം പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, ഹൈഡ്രജൻ ഇതെല്ലാം തന്നെ ഓക്സിജൻ, നമ്മുടെ പ്രകൃതിയിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ബോഡിയിലുമുണ്ട്. അതുപോലെ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് 5 ഇന്ദ്രിയങ്ങളെ തന്നിട്ടുണ്ട്. 5 ഇന്ദ്രിയങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഇതെല്ലാം നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് നാക്ക്. യാക്കോബിന്റെ പുസ്തകം 3:5-6 ഒന്ന് വായിച്ചേ. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും. നാവ് ചെറിയൊരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു അവയവമാണ് നാക്ക്. ഈ നാക്കിന് ചില ഗുണമുണ്ട്, ചില ദോഷമുണ്ട്. നാക്ക് എന്തിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? ടേസ്റ്റ് നമുക്കറിയാൻ വേണ്ടി, ഒരു ഉപ്പോ അല്ലെങ്കിൽ എരിവോ ഒക്കെ അറിയാം. പക്ഷെ സ്വർഗത്തിലേക്ക് പോകുന്നതിനും ഈ നാക്ക് വളരെ ഉപകാരമാണ്. നരകത്തിലേക്ക് പോകുന്നതിനും ഈ നാക്ക് വളരെ പ്രയോജനപ്പെടുന്നു. നമ്മുടെ നാവ് ഏത് രീതിയിലാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നാവ് കൊണ്ട് പാപം ചെയ്താൽ നാം സ്വർഗത്തിലല്ല നരകത്തിലേക്ക് പോകുവാനുള്ള വഴി നാവിലൂടെ നമ്മൾ ഓപ്പൺ ആക്കുന്നു. അതെ, നാവ്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവിന്റെ ഒരു പ്രത്യേകതയാണ് തീ കത്തിക്കുക. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നാവ് കൊണ്ട് പറയും. ഒരു കള്ളത്തരം പറഞ്ഞാൽ മതി. ഈ കള്ളത്തരം പറഞ്ഞ ഒരു അടി ഉണ്ടാക്കാനായിട്ട് നാവിനെ കൊണ്ട് വളരെ സിമ്പിളായിട്ട് പറ്റും. എന്നാൽ ഒരു വളരെ പ്രയാസത്തോടും ഭാരത്തോടും പ്രയാസത്തോടും ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് എന്നിട്ട് ഈ നാവ് ഉപയോഗിച്ച് സഹോദര എന്തുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം ആ മഹത്വത്തിന് വേണ്ടിയിട്ടാവട്ടെ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് സ്നേഹം വരികയും അവന്റെ മനുഷ്യത്തിന്റെ അല്ലെങ്കിൽ ആ വിഷമം മാറി സ്നേഹത്തിന്റെ ഒരു ഇതിലേക്ക് മാറുകയും ചെയ്യും. നാവ് 2 രീതിയിൽ വർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ നാവ് മൂർച്ചയുള്ള ഒരു ആയുധം പോലെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു നാവ് കൊണ്ട് ഒരു സഹോദരനെ ആവശ്യമില്ലാത്തൊരു വാക്ക് പറയുമ്പോൾ അവന്റെ ഹൃദയം വേദനിക്കുകയും ഭാരപ്പെടുകയും അവൻ ഇല്ലാത്ത പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യും. അല്ലെ? നാവ് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും. കൂടുതൽ നാവ് കൊണ്ട് നാം എന്തോ ആയിരിക്കണം? ദൈവത്തെ സ്തുതിക്കുന്നത്. യാക്കോബ് 3:2 വായിച്ചേ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടക്കുവാൻ ശക്തനായി. നാവ് കൊണ്ട് പാപം ചെയ്യാതിരുന്നാൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണോ? ഒരു കുതിര കടിഞ്ഞാണില്ലെങ്കിൽ എന്തോ ചെയ്യും? അതിന് ലെവലില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കും.
അതുപോലാണ് നാക്കിന് നമ്മൾ കഴിഞ്ഞാനിട്ടില്ല എങ്കിൽ നാം ലെവലില്ലാതെ പോവുകയും അധമ പാതാളത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതുകൊണ്ട് നാം എപ്പോഴും നാവിന്റെ സംസാരം സൂക്ഷിക്കുന്നവരായിരിക്കണം. അപ്പൊ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നാം നാവിനെ എന്ത് വേണം? സൂക്ഷിക്കുന്നവരായിരിക്കണം. അതുപോലെ നമ്മുടെ വാക്കുകൾ കൃപയാൽ നിറഞ്ഞതായിരിക്കണം. നാം ദൈവമക്കളെങ്കിൽ നാം നമ്മുടെ അതിരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്പോഴും കൃപയാലായിരിക്കണം, ദൈവ കൃപയിലായിരിക്കണം. നമ്മുടെ 10 പേര് നിൽക്കുന്നതിനിടയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ നാവിനെ നോക്കിയാൽ മതി. പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരൻ നിൽക്കുന്നു, അതുകൊണ്ട് നമുക്ക് ആ രീതി സംസാരിക്കേണ്ട. സഹോദരൻ എന്ന് നമ്മളെ കാണുമ്പോൾ അറിയാം ഒരു സഹോദരൻ നിൽക്കുന്നു, അപ്പോൾ അവന്റെ അടുത്ത് ആ രീതി സംസാരിച്ചുകൂടാ, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു. എന്റെ അടുത്ത് പലപ്പോഴും ബ്ലേഡുകാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ സഹോദരനായതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഈ രീതി പറയുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ രീതി അല്ല. മനസ്സിലാവുന്നല്ലോ. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പാപം ചെയ്യാതിരിക്കണം. കൊലോസ്യർ 4:6 നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയോടുകൂടെ ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. എങ്ങനെ രുചി വരുത്തുന്നത്? ദൈവനാമത്തിൽ നമ്മൾ എന്തോ ആയിരിക്കണം? കൊലോസ്യർ 4:6 ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. അതെ, ഉപ്പിനാൽ രുചി. നമ്മൾ ഒരു ആഹാര സാധനം എടുക്കുമ്പോൾ ആ ടേസ്റ്റ് വരണമെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർന്നിരിക്കണം. ഉപ്പിന് വിലക്കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ വാരിയിടാൻ പറ്റത്തില്ല, എന്നാലും കുറച്ച് അതിന് ആവശ്യ ടേസ്റ്റ് വരത്തക്ക രീതിയിൽ എന്തോ ആയിരിക്കണം? ഉപ്പ് അതിൽ ചേർന്നിരിക്കണം. അതുപോലെ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആത്മീയരാവുന്ന നാം കൃപയാൽ നാം സംസാരിക്കുന്നവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ മത്തായി 4:7 വായിച്ചേ. അല്ല, സ്വന്തം കണ്ണിൽ പോയിരിക്കെ നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? അതെ, നാം പാപം ചെയ്ത ശേഷം സഹോദരനോട് ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു മാറാതെ നാം മുമ്പ് എന്തോ വേണം? നമ്മുടെ പാപങ്ങളും അതിക്രമങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നാം ഇന്ന് കാണുന്നത് പോലെ ഒരു അവസ്ഥയിലല്ല കർത്താവ് കാൽവറിയിലായത്. നാം നോക്കുക, ഒരു ആർട്ടിസ്റ്റ് വരച്ചു വെച്ചിരിക്കുന്ന പടം നോക്കിയ തലയിൽ മുൾക്കിരീടവും വെച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു തുള്ളി ചോരയൊക്കെ വാർന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഇന്നുവരെ കണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവന്റെ ശരീരം നോക്കുമ്പോൾ വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അവന്റെ ശരീരത്തിൽ ത്വക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ മാംസകഷ്ണങ്ങളെല്ലാം അടന്നു തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ കർത്താവ് കാൽവറിയിൽ യാഗമാവുന്നത്. അത് അവന് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ്. ആ ചോര നമുക്ക് വേണ്ടിയാണ് ആ കാൽവറിയിൽ ഊറ്റി തന്നത്. എന്തിനു വേണ്ടിയാണ്? നാം പാപികളിൽ നിന്നും വേർപെടാൻ വേണ്ടിയിട്ട്. ഈ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് ആ 4:1 മത്തായി 4:1 നോക്കുമ്പോൾ ആ ദൈവത്തിന്റെ അടുത്തേക്ക് പരീക്ഷകൻ വന്നിട്ട് ചോദിക്കുന്നു. വായിച്ചേ, 4:1 വായിച്ചേ. അതെ, ദൈവത്തെ പോലും പരീക്ഷിക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പരീക്ഷകൻ അവനോട് ചോദിക്കുന്നു, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? അല്ലെ, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? എന്നാൽ ഈ കല്ലിനോട് അപ്പമാവാൻ പറയാ. നമുക്കറിയാം, പണ്ട് തൊട്ടേ പരസ്യം കേട്ടതാണ് നമ്മൾ. അനിസ്പ്രയുടെ പരസ്യം അറിയാം. ഒരു തരി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഉജാലയുടെ പരസ്യം അറിയാം. ഇതിലൂടെയൊക്കെ രക്ഷപ്പെട്ട കമ്പനിക്കാരാണ് അനിസ്പ്രേ, ഉജാല. അതുപോലെ ഏതെങ്കിലും തോട്ടത്തിൽ ഒരു പരസ്യം നടന്നിരുന്നു. ഔവാമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് ആ പാമ്പ് പറഞ്ഞു, എന്താണ് ഇവിടെ പ്രശ്നം? നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തൊടുകയോ? എന്നാ തൊട്ടോ പറിച്ചോ തിന്നോ, ഇഷ്ടം പോലെ ദൈവം അനുഗ്രഹിക്കും, ദൈവത്തെ പോലെയാകാം. ഇങ്ങനെ ഒരു പരസ്യം പറഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി അതിൽ വീഴുകയും ആ ഫലം പറിക്കുകയും കഴിക്കുകയും ചെയ്തു. അല്ലെ, അവിടെ നാവിനാൽ അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്നാണ് പാപം അവിടേക്ക് വരുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ദൈവസേനയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാവിനെ കർത്താവിന് വേണ്ടി പ്രയോജനമാക്കണം. ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് ദൈവം തരുന്നുണ്ട്. അതിന്റെ ദശാംശം എന്ന രീതിയിൽ നോക്കിയാലും 2 മണിക്കൂർ 40 മിനിറ്റ് നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടതാണ് ഒരു ദിവസത്തിന്. ഒരാഴ്ചയിൽ പോലും നമ്മളത് കൊടുക്കുന്നില്ല. നമ്മൾ എത്രമാത്രം കണക്ക് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടവരാണ്. ഒരു ദിവസം 2 മണിക്കൂറും 40 മിനിറ്റും പഴയ നിയമപ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കണമെങ്കിൽ പുതിയ നിയമപ്രകാരം ഒരു 3 മണിക്കൂറെങ്കിലും അപ്രോക്സിമേറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം എത്രയോ കരുണയുള്ളതുകൊണ്ടോ നമ്മൾ ഇവിടെ നിൽക്കുന്നതോ അറിയാം.
ഇന്ന് നമ്മൾ ഇവിടെ ദൈവസേനയിൽ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മഹാ കരുണ കൊണ്ടാണ്. ഈ ഒരു 7 മാസക്കാലം നമ്മുടെ ജീവിതം പുറകോട്ട് ചിന്തിക്കുമ്പോൾ എത്രയോ പേര് നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. രോഗികളായിട്ട് പലരും മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്നു. പലരും ഓക്സിജൻ ലെവലിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഐസിയുല് സംസാരിക്കാൻ പറ്റാതെ അവർക്കെല്ലാം കാണാൻ കേൾക്കാൻ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്നു. നമുക്കിപ്പോൾ ദൈവസേനയില് ആരോഗ്യമുണ്ട്, മനസ്സുണ്ട്, ഒരു പ്രശ്നമില്ല. ഇനിയുള്ള സമയം നമുക്ക് ദൈവസേനയില് ദൈവത്തെ വിളിച്ച് കർത്താവിന്റെ വരവനായി നമുക്ക് ഏവർക്കും ഒരുങ്ങിയിരിക്കാം. സങ്കീർത്തനം 141:3 യഹോവേ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അതിർദ്വാരം കാക്കണമേ. കർത്താവേ, ഇന്ന് മുതൽ നമ്മുടെ തീരുമാനം ഇതായിരിക്കണം. ദൈവസന്നിധിയിൽ അല്ലാതെ ഇവിടെ സ്ഥലത്ത് ചെന്നാലും നമ്മുടെ നാവ് ഒരു കാവൽ നിർത്തിയിരിക്കുന്ന ദൂതനെ പോലെ കാവൽ നിർത്തി ആവശ്യമില്ലാത്തൊരു വാക്ക് സംസാരിക്കാതെ എന്ത് നമ്മുടെ വായിന്ന് വരുന്ന ദൈവനാമം മഹത്വത്തിനായിരിക്കണം. വാക്കുകളുടെ എണ്ണം കൂടിയാൽ പാപം വർദ്ധിക്കുന്നു. നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരിക്കലും പ്രാവ് എന്ന് കാക്കയുടെ കൂട്ടത്തിൽ പോയിരിക്കത്തില്ല. അതുപോലെ ആയിരിക്കണം നമ്മൾ നിർമ്മലമായ ഒരു പ്രാവിനെ പോലെ ജീവിതം നയിച്ച് നമ്മുടെ മഹത്വമേറിയ കർത്താവിന്റെ വരവനായി നമുക്ക് ഏവരും ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.